ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ ഒരുപാട് വീഡിയോസ് ഈ അവക്കാഡോ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ അവക്കാഡോ ട്രീ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം അത്യാവശ്യം നല്ല റീച്ചിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ അവക്കാഡോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട്. ഏതാണ്ട് ഒരു 4 മില്യൺ പുറത്തൊക്കെ ഓരോ വീഡിയോസും പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ട്രീയെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിനുള്ള ആൻസർ എല്ലാം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തരും. സ്കിപ്പ് ചെയ്ത് പോകണ്ട, ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രീ എന്ന് പറയുന്നത് ഒരു 15 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ട്രീ ആണ് കേട്ടോ. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ജൂൺ 10 ഫ്രം സീഡ് ടു പ്ലാൻ അവക്കാഡോ ജേണി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു വീഡിയോ കൂടി കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡേ ഫസ്റ്റിലാണ് നിങ്ങളീ കാണുന്നത്. ഓൾറെഡി ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒക്കെ ഞാൻ ഓടിച്ചൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി കാണാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ദിവസം അത്യാവശ്യം നല്ലൊരു സീഡെന്ന് തോന്നിയത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 2 ദിവസം ഞാനത് എൻ്റെ ഫ്രൂട്ടൊക്കെ കഴിച്ച ശേഷം ഈ ഒരു സൈഡ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിലത്തൊന്നുമല്ല, അല്ലാണ്ട് തന്നെ കീപ്പ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ഒരു വാവട്ടമുള്ള ഗ്ലാസ്സിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗം മാത്രം വെള്ളത്തിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു 3 ഈർക്കിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഡേ ഫസ്റ്റിലതാണ്. അടുത്ത ഡേ 4 ഞാൻ ഓരോ ദിവസത്തെയും താഴെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ചെയ്യാനൊരു കാരണമുണ്ട്. കാര്യം നിങ്ങൾ എന്നോട് ആരൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു സീഡൊന്ന് മുളപ്പിച്ച് കാണിക്കാവുന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും ഫസ്റ്റ് ടൈമാണ് ഒന്ന് ചെയ്യാമെന്ന് കരുതി ചെയ്തതാണ്. അപ്പോൾ ഓരോ ദിവസം വരുന്ന വ്യത്യാസങ്ങളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം. ഇത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ കൂടുതലും നമ്മുടെ അവക്കാഡോ ട്രീയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതിൻ്റെ കൂടെ തന്നു പോകാം. സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ട് നോക്കൂ. അപ്പോൾ ഇത് കാണുമ്പോൾ ഡേ 10, ഡേ 14 അങ്ങനെ ഓരോ ഡേ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓരോ വ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഈ ഒരു ട്രീ ഇത് എൻ്റെ വീട്ടിലല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ട്രീ ആണ്. അപ്പോൾ ഇതിനൊരു 15 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഞങ്ങൾക്കിവിടെ കാ പിടിച്ച് തുടങ്ങിയത് 13ാമത്തെ വർഷം മുതലാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 സീസണായിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അവക്കാഡോ കിട്ടുന്നുണ്ട്. പിടിച്ച് തുടങ്ങിയാൽ പിന്നെ എന്താ പറയുക, മരം നിറച്ചങ്ങ് കായ്ക്കും. ആദ്യത്തെ തവണ പിടിച്ചപ്പോൾ നമ്മൾ സെയിൽ ചെയ്തില്ല, ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തു. ഞങ്ങളൊക്കെ കഴിച്ചു നോക്കി. ആദ്യമൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ അത് കഴിക്കാൻ. കാര്യം ഇതിന് വേറൊരു പേരൂടെ ഉണ്ടല്ലോ, ബട്ടർ ഫ്രൂട്ട്. ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ്ലെസ് ആണ്. ആദ്യമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ഇഷ്ടമായത് കേട്ടോ. പിന്നെ അടുത്ത സീസൺ ആയപ്പോഴേക്കും, അതായത് ഒരു 8 മാസം ഗ്യാപ്പിലൊക്കെ ഇത് പിടിക്കുന്നുണ്ടായിരുന്നേ. അടുത്ത സീസൺ ആയപ്പോഴേക്കും ഇവിടെ ഓരോ ഷോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. കാര്യം ഇതിങ്ങനെ റോഡ് സൈഡിലാണ് നിൽക്കുന്നതേ. അപ്പോഴേക്കും പോകുന്നവരും വരുന്നവരും ഒക്കെ ഇങ്ങനെ തല തിരിച്ച് ഇതിലോട്ട് തന്നെ നോക്കിക്കൊണ്ടാണ് പോവുക. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടായിരിക്കണം ആൾക്കാരൊക്കെ വന്നിട്ട് ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. ഒരു 15 കിലോ 20 കിലോ വെച്ചിട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണയൊക്കെ നോമ്പിൻ്റെ സീസണിലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ബൾക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ അവരത് കൂട്ടിക്കൊടുക്കും റേറ്റ്, ഞങ്ങളതിൽ താഴ്ന്നിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ, അത് 3ാമത്തെ സീസണിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ കായ്ക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കായിൽ ചെറിയ കുത്തു പോലെയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മഴ ഇതിനധികം വേണ്ട, നല്ല രീതിയിലുള്ള പൊടിയും വെയിലും ഒക്കെ വേണം. അതിപ്പോൾ ഓൾറെഡി റോഡ് സൈഡ് കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പൊടിയും വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സീഡ് ഇപ്പോൾ ഈ പരുവായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് വെയിൽ കൊള്ളിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ എൻ്റെ റൂട്ടൊക്കെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഞാൻ ഈ ഒരു സീഡിനെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൂമിനകത്താണ് കേട്ടോ, പുറത്തൊന്നുമല്ല, റൂമിനകത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ റൂമിനകത്ത് അങ്ങനെ ജനലൊന്നും തുറക്കാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ റൂട്ടൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഞാനൊന്ന് ജനലിൻ്റെ സൈഡിൽ വെക്കുമായിരുന്നേ, ഇതുപോലെ വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ അവക്കാഡോ ഫ്രം സീഡാണോ ബഡ് ചെയ്താണോ അങ്ങനെയെന്നൊക്കെ. ഇത് ഫ്രം സീഡാണ് കേട്ടോ. കാര്യം ഇത് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ആദ്യമായിട്ട് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് നട്ട്
ആ ഒരു സീഡ് നട്ട് കുരുത്തയാണ്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഇടുന്ന വളമാണ്. നമ്മൾ ചാണകപ്പൊടി മാത്രമേ ഇതുവരെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് വളരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ കായ് പിടിച്ച് തുടങ്ങിയതിന് ശേഷമാണ് അത്യാവശ്യം നമ്മൾ ഇതിനെ ഒന്ന് നോക്കി തുടങ്ങിയത് കേട്ടോ. അത് വേറൊരു സത്യമാണ്. ചാണകപ്പൊടിയൊക്കെ ഓരോ സീസൺ കഴിയുമ്പോഴും ഇടാറുണ്ട്. അത് മാത്രമേ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. എൻ്റെ അറിവിൽ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ റൂട്ടങ്ങ് പടർന്നു പോകും. അത്യാവശ്യം ഹാർഡാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും അതിൽ രണ്ടായിട്ടൊക്കെ പിളർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള സ്ഥലവും പെരേഡും ഒക്കെ ഉള്ളിടത്തേ ഇതിനെ കൊണ്ട് നടാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. നമ്മുടെ ഗേറ്റൊക്കെ തന്നെ കറക്റ്റ് അടയത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചരിഞ്ഞൊക്കെയാണ് ഇരുന്നത് ഇതിൻ്റെ വേരിറങ്ങിയിട്ട്. പിന്നെ അതിപ്പോൾ ഗേറ്റ് ഒരുവിധം ശരിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മതിലിപ്പോഴും പിളർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് കരുതി അവക്കാട മുറിച്ച് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. അത്യാവശ്യം നല്ല കായ് കിട്ടുന്ന ഒരു ട്രീ ആണ് കേട്ടോ. പിന്നെ വേറെ എന്താ നിങ്ങൾ ചോദിച്ച ചോദ്യം? പിന്നെ വെള്ളം നമ്മൾ ഉണക്ക് സമയത്താണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതിന് നമ്മൾ രാവിലെ ഒരു ടാങ്ക് വെള്ളം, വൈകിട്ട് ഒരു ടാങ്ക് വെള്ളം ഒഴിക്കും. ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കള്ളത്തരമായിട്ട് തോന്നും, പക്ഷേ സത്യമാണ്. രാവിലെ ഓസങ്ങ് തുറന്നു വിടും, അതുപോലെ വൈകിട്ടും അതിന് വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോഴേ ജൂൺ 10 തുടങ്ങിയ ഈ ഒരു ജേണിയിൽ നമ്മുടെ അവക്കാഡോ സീഡ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ? ആദ്യമേ ഇതുപോലൊരു ബോട്ടിലങ്ങ് ആക്കിയാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിക്കുറവ് കൊണ്ട് പറ്റിയില്ല. എനിക്കിതൊന്നും വലിയൊരു ഇതില്ലായിരുന്നു കേട്ടോ. ഒരു ഐഡിയൊന്നും ഇല്ലാണ്ട് ഞാനങ്ങ് ചെയ്ത് നോക്കാം എന്നൊരു ഇതിലങ്ങ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ആളെത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ തന്നെ അതിശയിച്ചു. ഞാനിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീട്ടിലില്ലായിരുന്നല്ലോ, എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഒരു വളർച്ച കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. നിങ്ങളത് കണ്ടു നോക്ക്, നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിനെ നടാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പിറകിൽ ഇനി സ്ഥലമില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അബിയും ഉണ്ട്, പേരയ്ക്ക, പിന്നെ റംബൂട്ടാൻ്റെ 2 എണ്ണം ഉണ്ട്, പിന്നെ ഒരു തെങ്ങ്, പിന്നെ എന്താ പറയുക, സീതപ്പഴം, ചെറുനാരങ്ങ, ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ നടാനുള്ള സ്ഥലം അവിടെ ഇല്ല. കാര്യം ഇതിൻ്റെ വേര് എല്ലായിടത്തോട്ടും പടർന്നു പോവും. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നടാൻ മാത്രമേ അവിടെ സ്ഥലം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിക്കുകയാണ്. അവക്കാഡോ ഫ്രൂട്ടിൻ്റെ ഗുണം പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യത്തെ സീസണിൽ വലിയ എടുപ്പില്ലായിരുന്നെങ്കിലും പിന്നെ വന്ന 2 സീസണിലും ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിനും അതുപോലെ ഇഷ്ടമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു അവക്കാഡോ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ അവക്കാഡോ ഒരു തേങ്ങയുടെ അത്രയുമേലുണ്ട്. നിങ്ങളെ കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. പക്ഷേ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു അടക്കിയുടെ അത്രയുള്ള ഒരു അവക്കാഡോയാണ് ഞങ്ങൾ കാണുന്നത്. റേറ്റിലും നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങൾ ആ ഒരു റേറ്റിലല്ല ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നെക്സ്റ്റ് സീസൺ വരട്ടെ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ ഉറപ്പായിട്ടും അയച്ചു തരും. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ വന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ ഇട്ടപ്പോൾ വന്നതാണ്, ഇത് മണ്ണിൽ കുഴിച്ചിട്ടാൽ പോരെ, ഡയറക്റ്റ് മണ്ണിൽ കുഴിച്ചിട്ടാൽ ഇത് പിടിക്കത്തില്ലേ, കായ്ക്കത്തില്ലേ എന്നൊക്കെ. പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കുമായിരിക്കും, എനിക്കറിയില്ല, പിടിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. ഈ ഒരു റൂട്ടും ഈ ഒരു തണ്ടും ഈ ഒരു ഇലയും ഇങ്ങനെ തന്നെ കാണണമെങ്കിൽ ഇതല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്? ഹലോ, അപ്പോൾ നമ്മൾ ജൂൺ 10 സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഫ്രം സീഡ് ടു പ്ലാൻ ജേർണി അവക്കാഡോ വരെ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. കണ്ടോ, ഇതിൻ്റെ റൂട്ടൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഒരു സീഡിനെയാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ, കുഞ്ഞ് അവക്കാഡോ ട്രീ ആണ് ഇത്. ഇപ്പോഴും നിങ്ങളെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇത് അധികം നാൾ ഈ ഒരു ബോട്ടിൽ തുടരത്തില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ നടാനാണ് പ്ലാൻ. പക്ഷേ ഇവിടെ നടാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഞങ്ങളുടെ വലിയ അവക്കാഡോ ട്രീ നിന്നിട്ട് മതിൽ തന്നെ 2ആയിട്ടൊക്കെ പിളർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കാര്യം ഇതിൻ്റെ റൂട്ട് ഭയങ്കര കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഇൻ്റർലോക്ക് വരെ കുത്തി ഇളക്കും എന്നാണ് പലരും പറഞ്ഞ് കേട്ടത്. അപ്പോൾ പിറകിലും പിന്നെ അത്യാവശ്യം സ്ഥലമൊന്നും ഞങ്ങൾക്കില്ല. കാര്യം പിറകിൽ പേരയ്ക്കയുണ്ട്, അബിയുണ്ട്, സായിപ്പ് നെല്ലി, ചെറുനാരങ്ങ, സീതപ്പഴം, പിന്നെ അങ്ങനെ കുറച്ച് എന്തൊക്കെയോ റംബൂട്ടാൻ, അതൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ അധികം സ്ഥലമൊന്നുമില്ല. ഇതിന് നടാനുള്ള സ്ഥലമില്ല. കാര്യം ഇതിന് അത്യാവശ്യം നല്ല സ്ഥലം വേണം. നല്ല വലിയ മരമാവും, റൂട്ടൊക്കെ നല്ല വലുതാവുമല്ലോ. അപ്പോൾ പിറകിലത്തെ മതിലും കൂടി ഇടിയും. അതുകൊണ്ടിട്ട് ഇവിടെ നടന്ന കാര്യം കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം.
ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ കുറച്ചധികം ലേറ്റായി. പിന്നെ ഒരു കാര്യം, മണ്ണിൽ നട്ടാൽ പിടിക്കില്ലേ എന്ന് ചോദിച്ചു. ഇത്രയും കഷ്ടപ്പെടണോ? വേണ്ട, മണ്ണിൽ നട്ടാലും പിടിക്കും. പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. മണ്ണിനടിയിൽ നിന്ന് പിന്നെ ഇങ്ങനെ എന്നും കുഴിച്ചെടുക്കണ്ടേ? ഈ ഒരു റൂട്ടൊക്കെ കാണിച്ചിട്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. ഓക്കെ, മണ്ണിൽ നട്ടാലും പിടിക്കുമായിരിക്കും. ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ അവക്കാഡോ ഫ്രം സീഡാണ്. ബഡ് ചെയ്ത ആണോ എന്നൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. ചോദിച്ച റിപ്ലൈസ്, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കറക്റ്റ് റിപ്ലൈ തന്നിട്ടുണ്ട്. എല്ലാത്തിനും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോഴേ ഒരുറപ്പും ഇല്ലാണ്ട് ഞാൻ ചെയ്ത ഒരു പരീക്ഷണമാണ് നിങ്ങൾ ഈ കാണുന്ന കുഞ്ഞ് അവക്കാഡോ ട്രീ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ നട്ടാൽ മതി. ഇവിടെ നടന്ന കാര്യം അത് ഞാൻ ഉറപ്പിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു ഫ്രം സീഡ് ടു പ്ലാൻ അവക്കാഡോ ജേണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്നോടൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്താ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിക്കാനായിട്ട്? അപ്പോൾ ഇതിപ്പോൾ സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. പിന്നെ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനുമുള്ള ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ.